ജനിച്ചു വളർന്ന സ്ഥലമാണ് കണ്ണൂർ പഴയങ്ങാടിയിൽ മാടായി പഞ്ചായത്ത്. ഞാൻ ജനിച്ചു വളർന്നിട്ടുണ്ടെങ്കിലും ഒരു 4-5 വർഷത്തെ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു കോട്ടയം തലവല പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കൊക്കെ വരുന്നൂര 1-2 ദിവസം ഇങ്ങനെ അവിടെ നിന്നിട്ട് പോകണം. അപ്പോൾ ആ അവസ്ഥയിലൊക്കെ വല്ലപ്പോഴും വരുന്ന ആ 1-2 ദിവസത്തിൽ കുടുംബക്കാരെയൊക്കെ കണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇതിനിടയിൽ കടൽ തീരം കുറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അപ്പം പിന്നെ ഇതെന്തുകൊണ്ടാണെന്നോ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാറേ ഇല്ല. പിന്നെ എൻ്റെ മകനെ പ്രസവിക്കാൻ വേണ്ടി ആയ സമയത്ത് അവിടെ ഒരു 3 മാസം റെസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു. എൻ്റെ ഉമ്മാൻ്റെ കൂടെ നാട്ടിൽ നിൽക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഈ അവസ്ഥ, ഭീകരമായ ഈ ഒരു അവസ്ഥ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞങ്ങളുടെ കടൽ തീരത്തെ നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരും എല്ലാ മതങ്ങളും എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നു. ഒരു കൂട്ടായ്മയോടെ, വളരെ നല്ല കൂട്ടായ്മയോടെ അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. വളരെ സൈറ്റ് പോലെ, ഗവൺമെൻറ് അംഗീകരിച്ച സൈറ്റ് പോലെ. അതിൽ നിയമപാലകർക്കൊന്നും ഒരു റോളും ഇല്ല. അവരുടെ പാവകളെ പോലെ ഇടയ്ക്ക് ആരോഗ്യം ബോധിപ്പിക്കാൻ വേണ്ടി വല്ലപ്പോഴും വരും. ഒരു വാക്കത്തി എടുത്ത് 2 ചാക്ക് കീറിയിടും അങ്ങ് പോകും എന്നല്ലാതെ അതിനപ്പുറത്തൊന്നും പോലീസുകാർ പോലും ചെയ്യുന്നില്ല. ആരെയൊക്കെയും കുറച്ചാൾക്കാരെങ്കിലും ഇതിനെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ പോലീസ് വരുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊന്നും 2 പേരും 2 ചാക്ക് അവിടെ കുത്തിയിടും പോകും. അല്ലാതെ പട്ടാപ്പകൽ പോലും ഗവൺമെൻറ് അംഗീകരിച്ച സൈറ്റ് പോലെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് ടീമുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ എന്ത് പ്രശ്നം വരുമ്പോഴും നാട്ടിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും, നല്ല ആൾക്കാർ അതിലിടപെടാൻ വേണ്ടി. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞു ഞങ്ങൾ എന്തിലും ഇടപെടാം, പക്ഷേ ഇതിൽ ഞങ്ങളില്ല. ഞങ്ങൾ ഇടപെട്ടാലൊക്കെ ഞങ്ങൾ ജനലിൻ്റെ ചില്ല് പൊട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട് വളയുന്നു, കൊല്ലാൻ വേണ്ടി പോകുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒഴിഞ്ഞു മാറുമായിരുന്നു. അപ്പോൾ അവസാനം ആരെയൊക്കെ സപ്പോർട്ട് കാത്തുനിന്ന് കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞു കൂടി. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ സപ്പോർട്ടിന് കാത്തുനിന്നാൽ അതേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആരുടെ സപ്പോർട്ടിന് വേണ്ടി കാത്തുനിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ അവിടെ സപ്പോർട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി. ഒറ്റയ്ക്ക് അതുപോലെ പല രീതിക്കും തടഞ്ഞു. നിയമപാലകരുടെ അടുത്ത് പോയാലൊന്നും അവർ നടപടി എടുക്കുന്നില്ല. പിന്നെ അതുപോലെ ഈ മണൽ വണ്ടി കൊണ്ടുപോകുമ്പോഴും പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട്. പോലീസിനെ ഞാൻ വിളിക്കുമ്പോൾ അവർ വണ്ടിക്കാരെ വിളിച്ച് പറയുന്നുണ്ട് അവിടെ നിന്ന് പോകണം, ഇവിടെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞാൻ വരുമ്പോഴേക്ക് ഇവരെ വഴിക്ക് പോകും. അങ്ങനെ അവർ പോലീസിനെ വിളിക്കുന്ന സമയത്ത് ടിപ്പറുകാരറിഞ്ഞു പോലീസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു മണലും കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകില്ലെന്ന് പറഞ്ഞു. മണൽ അവിടെ തട്ടിയാൽ എടുത്തൊരു തട്ടിയാൽ നിങ്ങൾ പോകുന്നു പറഞ്ഞു. നീ ആരെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് എന്നോട് ഞാൻ അതിൻ്റെ മുമ്പിൽ പോയി കിടന്നു. ടിപ്പറിൻ്റെ മുമ്പിൽ പോയി കുത്തിപ്പിടിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. ഈ മണ്ണ് നിങ്ങളെടുത്ത് അവിടെ തട്ടാതെ നിങ്ങൾ എൻ്റെ ജീവൻ ചതച്ചരച്ചിട്ടേ നിങ്ങൾ ശരീരം ചതച്ചരച്ച് നിങ്ങൾ പോകുള്ളൂ. ഞാൻ ഇപ്പം എണീക്കില്ലെന്ന് പറയാം. എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആരും വിളിക്കുമ്പോൾ ആരും വരുന്നുമില്ല, എല്ലാവരും അവരുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവൻ ഇതിനു വേണ്ടി തരുന്നെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു നാട്ടിലേക്ക് ജീവിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിക്കാനൊക്കെ നോക്കി. ഞാൻ പിന്നെ ഒന്നും വകവെച്ചില്ല. ഞാൻ അവിടെ തന്നെ ദിക്കറൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ അവർ നിർത്തി. അവർക്കറിയാം ഇത് തീരുമാനിച്ചിട്ട് തന്നെയാണ് വരുന്നതെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് മരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ജീവിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളായിട്ടും എൻ്റെ ഭർത്താവായിട്ടും എൻ്റെ കുടുംബമായിട്ടും നാട്ടിൽ ജീവിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥനകൾക്ക് ശേഷം എനിക്കൊരു മോനെ കിട്ടിയത്. അവനൊക്കെ ജീവിക്കണം എന്ന് എനിക്ക് കൊതി തീരുന്നില്ല. അവരെ കണ്ടിട്ട് തന്നെ എനിക്ക് കൊതി തീരുന്നില്ല. അതുപോലെ മക്കളോടൊക്കെ ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തിൻ്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ അടിയറവെക്കേണ്ട കാര്യം. നമ്മുടെ നാടിനെ പിന്നെ തുളച്ചു കൺമുമ്പിൽ കിടന്നിങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ അത് നോക്കി നിൽക്കേണ്ട ഗതിയില്ല. അങ്ങനെ കൊല്ലുവാണെങ്കിൽ ഞങ്ങൾക്ക് കൊന്നിക്കട്ടെ. ഞാനൊരു ട്രെയിനിൻ്റെ പാളത്തിലേക്കൊന്നുമല്ലല്ലോ പോയി നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ പിന്നെ ഒരു നിർത്തി 4 ആൺപിള്ളേരും ആ മണൽ ചാക്കും എല്ലാം ഓരോന്നെടുത്ത് കൊണ്ട് തട്ടിയിട്ട് വെറും ചാക്കോടെ അവർ തിരിച്ചു പോയി. അതെന്നെ ഏറ്റവും വലിയ ആദ്യത്തെ എനിക്ക് കിട്ടിയൊരു വിജയം തന്നെയാണ്. അപ്പോൾ അവർ ഈ 4 ആൺപിള്ളേർ എൻ്റെ മുമ്പിൽ അടിയറ പറയാം. അതിനുശേഷം അവർ മണലെടുക്കാൻ വരാറില്ല. അപ്പോൾ പിന്നെ തലച്ചുമടായിട്ട് എടുക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി മണൽ കടത്തി കൊടുക്കും. രാത്രിയിൽ അവർ വണ്ടിയിലാക്കി കൊണ്ടുപോകും ആൺപിള്ളേർ. പകൽ സ്ത്രീകളെടുക്കും. സ്ത്രീകളെ ഞാൻ തടയാറില്ല. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞു ടിപ്പറിൽ മണലെടുക്കുന്ന കുറേ ടീം പട്ടിണിയായി. അപ്പം അവരൊന്നും ദിവസത്തിൽ ഞങ്ങളെ തടയുന്നില്ല, അതൊന്നുകൊണ്ട് സ്ത്രീകളെ തടയുന്നില്ല. അപ്പോൾ സ്ത്രീകൾ വർഷങ്ങളായിട്ട് അവർ മണലെടുക്കുന്നത് ഞാനത് തടയാറില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ട് തടയുന്നില്ല, നിങ്ങളൊരു നാട് നശിപ്പിക്കുക. അവരും എടുക്കുന്നത് മണലല്ലേ, അവർ ലോഡ് കണക്കിന് മണൽ അവിടെ കൂട്ടിയിട്ട് രാത്രിയിൽ കടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും അന്വേഷിച്ചപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവർ തലച്ചുമടായിട്ട് എടുത്ത് പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ട് അവിടെ നിന്ന് രാത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട്. മഴക്കാലത്ത് കൂടുതൽ വിലക്ക് കൊടുക്കുന്നുണ്ട്. അത് ടിപ്പറിൽ എൻ്റെ ആങ്ങളൊക്കെ അടക്കമുള്ള സഹോദരനടക്കമുള്ളവർക്ക് ടിപ്പറിൽ മണലെടുത്ത്
സഹായിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ കൺമുമ്പ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ അതൊക്കെ എനിക്ക് തെളിഞ്ഞു. അപ്പോൾ ഞാൻ അവരെയും കൂടെ നിർത്തലാക്കി. ഞാൻ അപ്പോൾ നിർത്തലാക്കുന്നതിന് മുമ്പേ ഈ ടിപ്പറിൽ മണലെടുക്കുന്ന അവരുടെ ഉമ്മമാർ ഇവരോട് പറഞ്ഞു നിങ്ങൾ മണലെടുക്കുന്നത് പ്രശ്നമാക്കി സ്ത്രീകളോട്. അപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു ഇവർ പണ്ടേ എടുക്കുന്നതല്ലേ മണൽ, എന്തുകൊണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ ടിപ്പറിൽ എടുക്കുമ്പോഴല്ലേ നമ്മൾ തടയുന്നുള്ളൂ, തളിച്ചുണ്ടായിട്ട് എടുക്കുമ്പോൾ തടയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരവർ ഒന്നും അടക്കിയില്ല, നമ്മളെ പട്ടിണി അടക്കണമെങ്കിൽ അവരും പട്ടിണിയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീകളെല്ലാവരും കൂടി പറയാം ഇവളെന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്, ഇവളെ ഒന്നിനും കൊള്ളാത്തൊരു പീറപ്പണ്ട് നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്, നിങ്ങൾ ഇവളെ പേടിക്കേണ്ട, നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മണലെടുക്കുന്ന സ്ത്രീകൾ ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കാഴ്ച എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടവർ അവരെൻ്റെ കൂടെ കൂടിയില്ലെങ്കിൽ മൗനമായിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ അവരെ ഞാൻ കണ്ടില്ലെന്ന് അടിച്ചേനെ. അവർ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവരോട് നിങ്ങൾ എടുത്തോ, നിങ്ങൾ രാത്രി വന്നിട്ട് എടുത്തോ, രാവിലെ നമ്മളെടുക്കാം എന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല, ഇനിയിപ്പോൾ ആരും ഒരു തരി പോലും എടുത്തു, അത് നിയമലംഘനമാണ്. CRZ ആക്ട് അനുസരിച്ചിട്ട് ഒരു തരി പോലും എടുക്കാൻ നിയമവിരുദ്ധമാണ്, അത് വളരെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശക്തമായി എൻ്റെ കൂടെ ഉള്ളത് സത്യമുണ്ട്, നിയമം, ആ നിയമം ഉള്ളതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ സത്യമുണ്ട്, ഏത് മതത്തിലായാലും ഇസ്ലാമികമായ അല്ലേ ഏത് മതത്തിലും പ്രകൃതിയെ സംരക്ഷിക്കണം. എവിടെ നോക്കുമ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ നന്മ മാത്രമേ ഉള്ളൂ, ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ പഴയങ്ങാടി പോലീസിനെ വിളിക്കുമ്പോഴൊന്നും അവർ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ക്യാമറയിൽ ഞാൻ മൊബൈലിൽ പിന്നെ പകർത്തി, അവരെടുക്കുന്നത് അവർ വിളിച്ച് വരാത്തപ്പോൾ മൊബൈൽ പകർത്തിയിട്ട് സാർ ഇതൊന്ന് നോക്കോ, സാർ നോക്കി എത്ര വ്യക്തമാണ് മണലെടുക്കുന്നത്, ഇത് ആരാണെന്നും കൂടി വ്യക്തമാണ്, ഞാൻ കാണിച്ചു തരാം, ഒന്ന് കേസ് എടുത്ത് സാറേ. ജസീറ ഇത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്, നമുക്ക് പിന്നെ പെറ്റി കേസ് എടുക്കാമെന്ന് 100 രൂപ ഫൈനാക്കാം. ഞാൻ പറഞ്ഞു സാറേ ഇതിന് പെറ്റി കേസാണോ, കടൽ തീരത്തൊന്നും മണലെടുക്കരുത്, എത്ര പേര് തെറ്റാണ്, റിമാൻഡിലാണ് ആൾക്കാർ. അപ്പോൾ അത് ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് അല്ലേ, അതല്ലേ സമാനമല്ലേ, ഇന്ത്യയുടെ മണ്ണല്ലേ, ഇന്ത്യയിലെ അത് കൊണ്ട് ഒരംശമല്ലേ നാടിൻ്റെ. നമ്മൾ സാർ ഇത് എത്ര വലിയ തെറ്റാണ്, കോടതി എത്ര ശക്തമായി നിരോധിച്ച കാര്യത്തിൽ പെറ്റി കേസ് എടുക്കാൻ അത്രയൊക്കെ പറ്റുള്ളൂ ജസീറ, നീ അധികം കളിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതിനപ്പുറമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നോ, നമുക്ക് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ പിന്നെ ഭയങ്കര വിഷമത്തോടെ ഞാൻ അവിടെ ആ സ്റ്റേഷൻ്റെ വാതിക്കൽ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ അതിനെ ആരോട് പറയും, പ്രാദേശിക പത്രക്കാരോടൊക്കെ പോകുമ്പോൾ എന്നെ ആട്ടിപ്പായിക്കോ അവർ, മാനസികമാണെന്നൊന്നും പറഞ്ഞിട്ട് നീ എന്തിനാ ഇടപെടുന്നേ, നീ വിചാരിച്ചിവിടെ നാട് നന്നാകാൻ പോകുന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആട്ടിപ്പായിക്കും. ഒരു മാധ്യമങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ എടുത്തിട്ട് പോയിട്ടും കൂടെ ഇതുപോലെ വന്ന് സംസാരിച്ചിട്ടും കൂടെ അവർ കൊടുക്കുന്നില്ല. അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പലരും പറഞ്ഞു വരുത്തിയിട്ട് മണൽ ഈ കൊള്ള പുറത്ത് വരുമെന്നുള്ള ഒരു പേടി, അവർ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു പബ്ലിസിറ്റി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ജസീറ പബ്ലിസിറ്റി ആവാനല്ല ആഗ്രഹിക്കുന്നത്, ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വഴി ഒരാളെങ്കിലും ഒരാൾ അറിഞ്ഞാൽ അത് പിന്നെ അതുകൊണ്ട് ചിലപ്പോൾ നല്ല ഉപകാരങ്ങളുണ്ടാവും അല്ലേ. അത് ഞാൻ ജസീറ അല്ല പബ്ലിസിറ്റി, ഈ വിഷയം നമ്മുടെ നാടിനെ ചൂഷണം ചെയ്യുന്ന നാട്ടുകാർ തന്നെ ചൂഷണം ചെയ്യുന്നത്. ഇപ്പോൾ വേലി തന്നെ വെളുതുന്നതിന് തുല്യമാണ്, നമ്മൾ വിട്ടുകൊടുക്കരുത്. പുറത്തുനിന്നൊരു ടീം വന്നെങ്കിൽ നമ്മൾ സമ്മതിക്കുമോ, അതൊന്നും ഒരാരെങ്കിലും അതുപോലെ ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു നുഴഞ്ഞേറ്റക്കാർ, അപ്പോൾ അവരെത്ര ഭീകരന്മാരെ നേരത്തെ നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കുന്നുണ്ടോ, ഇല്ലല്ലോ, നമ്മൾ ആ അതിർത്തി സംരക്ഷിക്കുന്നില്ലേ. അതുപോലെ നാട്ടിലുള്ളവരായാലും അവർ ഈ സിമെൻറ്റ് കട്ട കൂടി വലിയ ഫ്ലാറ്റുകൾ പണിതിടുന്നു നിയമലംഘനമായ കാര്യം ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്കായി നാട്ടിനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പം ഭയങ്കര വിഷമത്തോടെ ഞാൻ അവിടെ ഇരുന്നു, ആരും എനിക്കില്ലാത്ത വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവിടെ ഇരുന്നു. അപ്പോഴാണ് മാധ്യമങ്ങളൊക്കെ വന്നു പോകാൻ പറഞ്ഞ് പോലീസുകാർ. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ചൈൽഡ് ലൈൻകാരെ കൊണ്ട് പിടിപ്പിച്ചു എന്നെ, എൻ്റെ മക്കളെയും കൊണ്ടുപോയി 3 ദിവസം അതിനകത്താക്കി. എൻ്റെ 2 മക്കൾ വീട്ടിലാക്കിയിട്ട്, 2 പെൺമക്കളാണ്, എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുവാണ്. ഈ 2 പെൺമക്കൾ എൻ്റെ വീട്ടിലാക്കിയ സമയത്ത് ഈ സമരം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നെ എൻ്റെ കുഞ്ഞിനെ മാത്രം പിടിച്ചുകൊണ്ട് 3 ദിവസം ആക്കി. അപ്പോൾ ഈ 2 മക്കൾ ആരാണ് അവരാണ് പെൺമക്കളാണ്, അവരെ ഒറ്റപ്പെടുത്തിയിട്ട് അവരും കുഞ്ഞുങ്ങളല്ലേ, ചൈൽഡ് ലൈൻകാർ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നവരാണെങ്കിൽ ഇവർ ഈ 2 കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് രക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരുമ്പോൾ ഒരു സാമാന്യം വരെ ആ കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുവരണമായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ 2 കുഞ്ഞുങ്ങൾ എന്താണെന്നറിയാതെ അവർ രാത്രിയിൽ അവിടെ ഇവിടെ നടക്കുന്ന മണൽ മാഫിയക്കാരുടെ ഇടയിൽ കിടന്ന് എൻ്റെ മക്കൾ വളരുമ്പോൾ എന്നെ എൻ്റെ കുഞ്ഞിനെയും ഈ കുഞ്ഞിനെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവിട്ടു. 3-ാമത്തെ ദിവസം അവർ പറഞ്ഞു ജസീറ നീ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് എഴുതി തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ മീഡിയാസും പരിസ്ഥിതി പ്രവർത്തകരും അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു ഉറപ്പായപ്പോൾ അവരങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ നിങ്ങളാരും എനിക്ക് വളർത്താൻ തന്നതല്ലല്ലോ, ഞാൻ 10 മാസം കൊണ്ടുവന്ന് പ്രസവിച്ചിട്ട് ഈ 1.5 വയസ്സിൽ പാല് കൊടുത്ത് വളർത്തുന്ന എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് എഴുതി തരേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം എനിക്ക് നിങ്ങൾ എന്നെക്കാൾ അവകാശം ആർക്കുണ്ട് ഇവിടെ, ഞാൻ ആർക്കും വേണ്ടി എഴുതി കൊടുക്കുന്നില്ല സാർ, എപ്പോഴാണോ വിടുന്നത് ആ ദിവസം വരെ ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറാണെന്ന്. അരമണിക്കൂർ കഴിയുമ്പോൾ വന്നിട്ട് പറഞ്ഞു ജസീറ ഒന്ന് പോയി തരാം ജസീറ, ഇവിടെ മാധ്യമങ്ങൾ വരുന്നുണ്ട്, നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ ഇറങ്ങി വന്നു. എനിക്ക് സമരം തുടങ്ങിയിട്ടുണ്ടേ, അല്ലാതെ ഞാൻ ഇറങ്ങി വരില്ലായിരുന്നു. എനിക്ക് സമരം നമ്മൾ എന്തിനാണോ
സമരം ചെയ്തത് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ചവിടെ തന്നെ പോയി. കലക്ടറുടെ ഒരു ഉറപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവസാനം ഒരു രക്ഷയില്ലത് കണ്ടു. അപ്പോൾ കളക്ടറുടെ നിർദ്ദേശാനുസരണം നമ്മുടെ അവിടെ തഹസിൽദാർ വന്നു. അവിടെ വൈസ് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ, പരിസ്ഥിതി പ്രവർത്തകർ, അതുപോലെ SI എല്ലാവരുടെയും ഒരു യോഗം ചേർന്ന് 3/4 മണിക്കൂറോളം യോഗം ഉണ്ടായിരുന്നു. യോഗം ചേർന്ന് അവരൊരു എഴുതി തന്നു രേഖാമൂലം. വളരെ ശക്തമാവും, ഇനി മുതൽ ഇവിടെയുള്ള തീരങ്ങളൊക്കെ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ എനിക്ക് രേഖാമൂലം ഉറപ്പ് തന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ പിന്നെ സന്തോഷിച്ചു. ആ സമരം പിൻവലിച്ച് തിരിച്ചു പോയി. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു നടപടിയും കാണുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ കാത്തു. അപ്പം പോലീസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ ജസീറ ഇവിടെ പോലീസില്ല, അല്ലെങ്കിൽ പിന്നെ വളരെ നിസ്സഹായ, അവർ ഭയങ്കര എന്നോട് തട്ടിക്കയറുന്നല്ല, പോലീസില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെറും അഭിനയിക്കുക എൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരു 20 ദിവസത്തോളം ഞാൻ കാത്തുന്നു. അപ്പോൾ ഇവരെപ്പോഴും വിളിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്നതുകൊണ്ട് ഞാൻ കളക്ടറേറ്റിൽ പോയി ഞാൻ പറഞ്ഞു, എപ്പോഴും പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള എല്ലാ കടൽ തീരങ്ങളും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അവർ സംരക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എപ്പോൾ പറയുമ്പോഴും പോലീസില്ല, വണ്ടിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തീരദേശ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടാക്കുന്നത് വരെ ഞാനിവിടെ സമരയിരിക്കും, അതിനെന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞൊരു എഴുത്തും കൊടുത്ത് ഞാൻ അവിടെ കളക്ടറേറ്റിന് മുമ്പിൽ. അവിടെ 9 ദിവസമായപ്പോൾ ചൈൽഡ് ലൈൻകാർ വന്നു പേടിപ്പിക്കുകയോ അതും ഇതൊക്കെ ചെയ്തു. അപ്പോൾ കളക്ടർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റക്കായിരുന്നു പോയത്. വിളിപ്പിച്ചപ്പം പറഞ്ഞു, ജസീറ ചൈൽഡ് ലൈൻകാർ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാനും സാറും മാത്രമാണ് ഇവിടെ ഉള്ളത്, ചൈൽഡ് ലൈൻകാർ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് സാറെന്നെ പേടിപ്പിക്കട്ടെ. കാരണം ഒരമ്മ പാലൂട്ടുന്ന കുഞ്ഞുണ്ടാകുമ്പോൾ ഏറ്റവും ആ അമ്മക്ക് പ്രിയപ്പെട്ടത് കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിനെ പിടിച്ചാൽ എൻ്റെ മനസ്സിളക്കാൻ പറ്റും, ഞാൻ ഓടിപ്പോകും സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി. സാർ എൻ്റെ കുഞ്ഞിനെന്നല്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ജീവനാണല്ലോ. അപ്പോൾ സാർ ഒറ്റക്കാണ്, എടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ജീവൻ എടുത്തു. സാറ് പറഞ്ഞാൽ ആക്രമിക്കാൻ വന്നപ്പം വെടിവെച്ച് കൊന്നു പറഞ്ഞു. സാർ എൻ്റെ ജീവൻ എടുത്തു, പക്ഷേ ഇത് ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അയച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ, കുറച്ച് സമയം കഴിഞ്ഞപ്പം തന്നെ അവർ എയ്ഡ് പോസ്റ്റ് പാസ്സാക്കി തന്നു. അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു കുഞ്ഞിനെ പിടിക്കുക, അല്ലെങ്കിൽ ജീവൻകളിൽ നിന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ടത് പറഞ്ഞപ്പം ശക്തമാണെന്ന് മനസ്സിലായി. അപ്പോൾ അവരെന്നെ ബോധിപ്പിക്കാൻ വേണ്ടി, എൻ്റെ സമരം നിർത്താൻ വേണ്ടി ഒരു എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ പോയി. നമ്മളെല്ലാവരും ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പത്രങ്ങളിലും മീഡിയാസിലൊക്കെ ജസീറ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റുന്നത് ഭയങ്കര അത്ഭുതം തോന്നിയതാണ്. ഒരു പഴയ വണ്ടി, 2 പോലീസുകാർ എൻ്റെ വീടിൻ്റെ മുമ്പിൽ. അവരെപ്പോഴും 24 മണിക്കൂർ എൻ്റെ വീടിൻ്റെ മുമ്പിൽ. ഞാൻ സമരം നിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു പോലീസ്, 2 പോലീസ്, ഒരു ജീപ്പ്. ജസീറ ആര് മന്ത്രിമാർക്കും കൂടി ഇങ്ങനെ കാവലില്ല, ജസീറയുടെ വീടും കാത്തോണ്ട് 2 പോലീസ് നിൽക്കുക. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്ന, പെട്രോളിംഗ് ഒന്നും ഇല്ലേ? നിൻ്റെ വീട് ഈ 1 കിലോമീറ്റർ മാത്രം നോക്കാനും നമുക്ക് പറ്റില്ല. അവർ എന്തിനാ എൻ്റെ വീട് നിങ്ങൾ സംരക്ഷിക്കുന്നേ? എൻ്റെ ഈ 1 കിലോമീറ്റർ നിങ്ങളെന്തിനാ നോക്കുന്നത്? എനിക്കറിയില്ല നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നിങ്ങളെ എൻ്റെ വീട് നോക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പരിസരം നോക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ നിങ്ങളെ ചോദിച്ചത്. ഞാൻ ഹെഡ് പോസ്റ്റ് പറഞ്ഞത് തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതും നമുക്ക് പറ്റത്തില്ല, നമ്മൾക്ക് അതൊന്നും അനുവാദമില്ലല്ലോ. ഞാൻ തഹസിൽദാരോട് പോയി നേരിട്ട് പോയി പറഞ്ഞു, സാർ എന്തിനാണ് സാർ അവിടെ ഹെഡ് പോസ്റ്റ്? അവിടെ അങ്ങനെ ഒരു ഹെഡ് പോസ്റ്റിൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ വീടും കാത്തോണ്ട് അവർ നിൽക്കുകയാണ്, മണൽ പോലും കൺമുമ്പിൽ കിടന്നിട്ട് അവർ പിടിച്ചെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അവർ ഡെപ്യൂട്ടി തഹസിൽദാറിനെ അയച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ വന്ന് മണലൊക്കെ പിടിച്ചെടുക്കാൻ 2 ലോഡ് മണൽ കൺമുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇവിടെ ഹെഡ് പോസ്റ്റ് ഉണ്ട്, അവിടെയാണ് മണൽ കൂടെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, സാർ അവിടെ മണൽ അതാ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോഴേക്കും ഒരു 10-12 യുവാക്കളങ്ങ് ഇറങ്ങിയിട്ട് പറഞ്ഞു, സാർ ഇവിടുന്ന് ഒരു തൈര്യമാണ് സാർ തോന്നില്ല. ആരോടാ പറയുന്നത്? തഹസിൽദാരോട്. 2 ഹെഡ് പോസ്റ്റിൽ ഒരു പോലീസും ജീപ്പും തോക്കും വടിയൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഇവിടെ റവന്യൂ വകുപ്പിലെ വണ്ടി വേറെയുണ്ട്, റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി തഹസിൽദാറും ഉണ്ട്, അവരുടെ കൂട്ടത്തിലും ആളുണ്ട്. ഇവരെയൊക്കെ മുമ്പ് വെച്ച് 10-12 യുവാക്കളുണ്ട്. സാർ ഇവിടുന്ന് ഒരു തരിമണ് തൊടൂല, ഞങ്ങളൊക്കെ കൊന്നിട്ടേ തൊടുള്ളൂ എന്ന് പറഞ്ഞ് ശക്തമായി നിൽക്കുക. അപ്പോഴേക്ക് തഹസിൽദാർ ഇങ്ങനെ പേടിച്ചു വിറച്ചു വിയർത്ത് കുളിച്ചു. പിന്നെ എന്താണ് ഈ 2 ഹെഡ് പോസ്റ്റുള്ള പോലീസുകാരും പേടിച്ചു വിറച്ചു. തിരിച്ചങ്ങ് പോകുമ്പോൾ ഞാൻ, സാർ ആരെയാണ് പേടിക്കുന്നത്? സാർ ഇത് പേടിയാണോ അഭിനയമാണോ? നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. സാറെന്തിന് പേടിക്കണം? സാറിൻ്റെ ഡ്യൂട്ടിയാണ് മണൽ പിടിക്കുന്നത്. സാർ തഹസിൽദാറാണ്. ഇവിടെ നിൽക്കുന്ന പോലീസുകാർ അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെട്ടെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകാം. സാർ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? എൻ്റെ മുമ്പിൽ ഈ അഭിനയം വേണ്ട. സാർ ഇപ്പോൾ ഇവിടുന്ന് വണ്ടിയെടുത്ത് പോവുകയാണെങ്കിൽ പുറകെ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഭയങ്കര മാറാൻ പോലെ സാറാണ്. അവൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരപ്പോൾ വണ്ടിയെടുത്ത് പോയി, അവരുടെ പുറകെ ഞാൻ തിരിച്ചു പോയി കളക്ടറേറ്റ് മുമ്പ് പിന്നെ ഇരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെഡ് പോസ്റ്റ് അല്ല വേണ്ടതെന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് 9ാമത്തെ ദിവസം ഞാൻ അത്ഭുതപ്പെടുന്നു.
മാനസിക രോഗത്തിന് ചികിത്സ ആവശ്യപ്പെട്ടിട്ട് എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് നിവേദനം ആവശ്യപ്പെട്ടു. അവിടുത്തെ ഭരണകൂടം ജസീറെ ചികിത്സിക്കാൻ തയ്യാറാണ്. എന്താണ് ജലദോഷം പനിയും വന്നാൽ ചികിത്സിക്കലാണ്? എന്താണ് ചികിത്സ? എല്ലാവർക്കും അറിയില്ല എന്താണെന്ന്. മാനസിക രോഗത്തിനല്ലേ ചികിത്സിക്കൽ. അപ്പോൾ എൻ്റെ ഉമ്മാനോട് നിവേദനത്തിന് ആവശ്യപ്പെട്ടു. ജസീറയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ചികിത്സിക്കണമെന്ന് നമ്മളോട് നിവേദനം തന്നാൽ നമ്മൾ ചികിത്സിക്കുക. അപ്പോൾ ഈ താളവട്ടത്തിന് മോഹൻലാലിനാക്കിയതുപോലെ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ നിശ്ചലമാക്കണം. അതാണ് എല്ലാവരുടെയും. അപ്പോൾ ഞാനൊന്ന് ഭയപ്പെട്ടു. പിന്നെ ഞാൻ തിരിച്ചു പോകുന്ന പരിപാടിയില്ല. അങ്ങനെയാണോ കേരളം? സത്യം പറയുന്നവരെ മാനസികമെന്ന് പറഞ്ഞ് നിശ്ചലമാക്കലാണ് കേരളവും. അങ്ങനെയെങ്കിൽ ഞാൻ അതിൻ്റെ ബലിയാടായിക്കോളും. ഞാൻ പറഞ്ഞു തയ്യാറാണ് സാറേ, മാനസികമൊന്നുമല്ല സാർ, എന്ത് പറഞ്ഞു എന്തെങ്കിലും ആക്കിക്കോന്ന് പറഞ്ഞു ഞാൻ അവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലാതെ എന്നെ വണിക്കുന്ന വിഷമോ അല്ലെങ്കിൽ എന്നെ മാനസികം പറഞ്ഞ വിഷമോ എനിക്കില്ല. ഒരു മാനസിക രോഗിയായ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒരു ഭരണകൂടം 8 പോസ്റ്റ് തന്നു. അത് ആർക്കാണ് നാണക്കേട്? ഭരണകൂടത്തിനാണ് നാണക്കേട്. ചുമ്മാ ഒരു മാനസിക രോഗി വന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ 8 പോസ്റ്റ് തന്നത്? അവർ മനുഷ്യാവകാശ കമ്മീഷനെ വിട്ട് അന്വേഷിച്ചു. അതുപോലെ സബ് കളക്ടറുടെ വിട്ട് എല്ലാം അന്വേഷിച്ച് എൻ്റെ വീട് വരെ പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തെളിഞ്ഞതുകൊണ്ട് ആവശ്യമാണ്, ഒരു 8 പോസ്റ്റ് ആവശ്യമാണെന്ന്, വളരെ മോശമാണെന്ന അവസ്ഥ കണ്ടിട്ടാണ് അവർ ഒരു ഗവൺമെൻറ് ഒരു 8 പോസ്റ്റ് സ്ഥാപിച്ചു തന്നത്. അപ്പോൾ അതിനു വേണ്ടി സമരം ഇരുന്നവർക്ക് മാനസിക എന്ന് പറയുമ്പോൾ ഭരണകൂടത്തെ തന്നെയാണ് കുറ്റം പറയുന്നത് അല്ലേ? ഒന്നും മനസ്സിലാകാം. അവർ പറ്റിക്കപ്പെട്ടു പോയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, നടപടി വരട്ടെ, എന്നാലും മനസ്സിലാവുമല്ലോ നമുക്ക്. അപ്പോൾ അവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഉറച്ചു തന്നെ നിന്നു. അപ്പോൾ ഈ അവഗണന, ഒരു അവഗണനയുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കാനില്ല. അപ്പോൾ അവിടെ ഒരു 1400 പേര് എൻ്റെ നാട്ടിലൊരു മനുഷ്യച്ചങ്ങല തീർത്തു. പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കുക. എന്താണ് പരമ്പരാഗത തൊഴിൽ? ഈ മണൽക്കടത്ത്, വള്ളക്കടത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞ് പട്ടാപ്പകൽ 1400 പേര് അവിടെ മനുഷ്യച്ചങ്ങല തീർത്ത് 2 ചാനലുകാരെയും വിളിച്ച്. അതിനൊക്കെ ചാനലുകാർ ഓടി വരും, പ്രാദേശിക ചാനലുകാർ. പക്ഷേ എങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ മാത്രം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ മനുഷ്യച്ചങ്ങല കാണിക്കാൻ വേണ്ടി ചാനലുകാർ വന്നു. അപ്പോൾ ഓരോ പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കണം. പണ്ട് ഈ ആനക്കൊമ്പെടുക്കലൊക്കെ പരമ്പരാഗത തൊഴിലായിരുന്നു, അറിയുമോ? അങ്ങനെയായിരുന്നു. ആനനെ കൊന്നിട്ട് വെടിവെച്ച് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണില്ലേ, അതൊക്കെ പരമ്പരാഗത തൊഴിലാണ്. എന്നാൽ ഇന്ന് എല്ലാവരും കൂടെ മനുഷ്യച്ചങ്ങല തീർക്കട്ടെ, നമുക്ക് ആനക്കൊമ്പ് വേണമെന്നും പറഞ്ഞപ്പോൾ എന്തായിരിക്കും? നിയമലംഘനം വന്നാൽ നിയമലംഘനമാണ്. പണ്ടത്തെ തൊഴിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണ്ടൊന്നും അങ്ങനെ ആരും തൊഴിൽ ചെയ്തിട്ടില്ല. വല്ലപ്പോഴും 1-2 ചാക്ക് എടുക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ ആരും തൊഴിലായിട്ട് 1600ഓളം പേര് 1400ഓളം പേര് തൊഴിൽ ചെയ്യാൻ എന്തായിരിക്കും നമ്മുടെ ഈ ഓരോ ആൾക്കാരും ജീവിക്കണമെങ്കിൽ 1400 പേര് ഒരു ദിവസം മണലെടുക്കുകയാണെങ്കിൽ എത്ര നാടിൻ്റെ എത്ര അംശം, എത്ര ഇതാ പോകുന്നത്. കേരളത്തിൻ്റെ ഇതാണ് കുറഞ്ഞു വരുന്നത്. കേരളത്തിൻ്റെ മണ്ണ് കേരളമാണത്. അപ്പോൾ അവരങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി. പിന്നെ എനിക്കെതിരെ കുറേ അപവാദങ്ങളും പറഞ്ഞു. എങ്ങനെയെങ്കിലും എന്നെ തളർത്താൻ നോക്കുക. പക്ഷെ എപ്പോഴൊന്നും ഞാൻ തളർന്നിട്ടില്ല. എനിക്ക് ശക്തി കൂടി വരുവാണ്. എന്നെ ജസീറ ഈ ഒരു പ്രശ്നം പറയുന്നത് വരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഒരു അപവാദം പോലും ഉണ്ടായിട്ടില്ല. ജസീറ എല്ലാവർക്കും നല്ലവളാണ്, സ്നേഹം ഇഷ്ടപ്പെടുന്നവളാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം പറയുമ്പോഴേക്കും അവൾ ഒന്നുമല്ലാത്തവളാണ്. എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്ന കാര്യമാണ് അവർ അവഗണിക്കുന്നത് അല്ലേ? ജസീറയല്ല അവഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പ് അവഗണിക്കണമായിരുന്നു. ജസീറയെ ആരും അവഗണിക്കുന്നില്ല, ജസീറയെ മാറ്റി പാർപ്പിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പ്രശ്നം പറയുമ്പോൾ ജസീറയെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം. ജസീറയ്ക്ക് വേറെ താമസിക്കാൻ സൗകര്യം തരാൻ ജില്ലാ കളക്ടർ തയ്യാറാണെന്ന്, ജില്ലാ ഭരണകൂടം തയ്യാറാണെന്ന്, ചികിത്സിക്കാനും തയ്യാറാണെന്ന് പത്രത്തിൽ വരെ വന്നിട്ടുണ്ട്. ഭരണകൂടം തയ്യാറാണ് അവളെ മാറ്റി പാർപ്പിക്കാൻ. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ മാറി താമസിക്കണം. എന്തുകൊണ്ടാണ്? എൻ്റെ ഞാൻ പറയുന്നതിലുള്ള കാര്യം അതാണ് പ്രശ്നം. അപ്പം അത്രയും ഗൗരവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ വിഷയത്തിന്. അപ്പോൾ എല്ലാവരും അവഗണിക്കും തോറും ഇതിൻ്റെ ഗൗരവം അത്രമാത്രം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അതാണ്. പിന്നെ ഇവിടെ ചുമ്മാ ഇരുന്നിട്ടും കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. കുറേ മണൽ മാഫിയകൾ വന്നിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞു. പെണ്ണാണ്, മുസ്ലിമാണ്, മക്കളെ നോക്കി ഭർത്താവിനെ നോക്കി വീട്ടിലിരിക്കലാണ് മുസ്ലിം പെണ്ണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും അവനവൻ്റെ മക്കളെയും എല്ലാവരും അവനവൻ്റെ കുടുംബത്തെ നോക്കിയാൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവരോട് ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ഫർദയായിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, നിങ്ങളൊരാണാണ്, നിങ്ങളിവിടെ ഇരിക്കും. ഈ ഒരു പ്രശ്നം പറഞ്ഞ് നിങ്ങളിവിടെ ഇരിക്കുമോ? അങ്ങനെ ഞാനിപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ അവനവൻ്റെ കുട്ടികളെയും നോക്കി എല്ലാവരും നമ്മളാരും ഒരാളും ആഗ്രഹിക്കാത്ത കാര്യമാണ് തെരുവ് ജീവിക്കുക. അത് ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു? എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു SIയോ അല്ലെങ്കിൽ അതിന് മേലുള്ളവരല്ല. എനിക്കൊരു അവകാശമില്ല, നിയമം കൈയെടുക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്നത് ഇത് മാത്രമാണ്, സ്വയം ശിക്ഷ അനുഭവിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. സ്വന്തം വീട് വെച്ചിട്ടും കുടുംബം വെച്ചിട്ടും ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തെരുവിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലല്ലോ. അപ്പോൾ ചില മണൽ മാഫിയകളിൽപ്പെട്ടവർ വന്നിട്ട് സങ്കടം പറയും, മുസ്ലിം പെണ്ണാണെന്നൊക്കെ പറയും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ അവഗണന, പിന്നെ മുസ്ലിം പെണ്ണാണെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തി പോലും വിളിച്ചാൽ ഫോൺ പോലും കട്ട് ചെയ്തു. അനിയത്തിൻ്റെ ഭർത്താവ് എന്നെ
അനിയത്തിയോട് മുണ്ടുണ്ടെന്ന് പറഞ്ഞു, ഏട്ടത്തിൻ്റെ ഭർത്താവ് അടിക്കാൻ വന്നു. അതുപോലെ കുടുംബത്തിലുള്ളവരൊക്കെ എന്നെ ഒരു ഏറ്റവും മോശപ്പെട്ട സ്ത്രീകൾ ആരാണോ അവരെക്കാളും താഴ്ത്തി എന്നെ കണ്ടു. പക്ഷേ എനിക്കറിയാം എൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്നും ഞാനൊരിക്കലും തെറ്റ് ചെയ്യുന്നില്ലെന്നും ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ പറയുന്നില്ലെന്നും ഒരു സ്ത്രീയോട് അങ്ങനെ പറയുന്നില്ല. ഇസ്ലാമിൽ പറയുന്നത് പ്രകൃതി സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. തിന്മ കാണുമ്പോൾ കൈ കൊണ്ട് എതിർക്കണം, വായു കൊണ്ട് നാവ് കൊണ്ട് എതിർക്കണം, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം, അതൊക്കെയാണ് പറയുന്നത്. അതൊരിക്കലും ഹേ പുരുഷ എന്നല്ല വിളിച്ച് പറയുന്നത്, ഹേ ജനങ്ങളെന്നാണ് പറയുന്നത്. അല്ലെ സ്ത്രീ ഒഴിവാക്കിയിട്ട് എങ്കിലും പിന്നെ എന്തിന് ജനങ്ങളോട് പറയേണ്ട കാര്യം? ഹേ പുരുഷ നിങ്ങളത് ചെയ്യണം, ഹേ പുരുഷ എന്ന് പറഞ്ഞൂടെ? എവിടെ നോക്കിയാണ് നമ്മൾ ഹേ ജനങ്ങളെ നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, ജനങ്ങളോടാണ് പറയുന്നത് പഠിച്ചോൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. പഠിച്ചോൻ്റെ ഒക്കെ ഞാൻ നല്ല കാര്യമാണ് ചെയ്യുന്നത്, എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും സമൂഹം എന്നെ അവഗണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു അത്ഭുതമാണ് ഉണ്ടായത്. എൻ്റെ കൂടെ വരാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു നിയമലംഘനമല്ലാത്ത കാര്യം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനാണെങ്കിൽ ഒത്തിരി പേര് ചിലപ്പോൾ വേണ്ടി വരും. ഇത് ഓൾറെഡി നിയമലംഘനമായ കാര്യമാണ്. അതിനെ പിന്നെ ആരുടെയെങ്കിലും മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ജസീറ ഒരുപാട് ആളുടെ ആവശ്യമില്ല. ഇത് ഓൾറെഡി നിയമലംഘനമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടീനെ ആരെങ്കിലും ആക്രമിക്കുന്നു, അതിന് ഒരാൾ പോയി ജസീറ പോയി പരാതി കൊടുത്താലല്ല, എസ് ഐ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാം, ഇല്ലേ? അതുപോലെ ഒരു മണൽ വാരുന്നത് നേരിട്ട് കണ്ട ആക്ഷൻ എടുക്കാം. പക്ഷെ ജസീറ പറയുന്നത് അത് തന്നെ അധികപ്പറ്റാണ്. എന്തിന് കൂടുതൽ ആൾക്കാർ എൻ്റെ കൂടെ ഇരിക്കാൻ ഒരുപാട് പേരെ വിളിച്ചാൽ വരും. പക്ഷെ ഞാൻ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ജസീറ തന്നെ ഇതിനൊരു അധികപ്പറ്റാണ്. ഇത് ഓൾറെഡി നിയമലംഘനമായ കാര്യമാണ്. അപ്പോൾ അവർ കണ്ണടക്കുമ്പോൾ കണ്ണ് തുറക്കാൻ വേണ്ടി ജസീറ ഇവിടെ ഇരുന്നാലും 10,000 ഇരുന്നാലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും അധികം വിളിക്കാത്തതുകൊണ്ട്, അല്ലാതെ എനിക്ക് സപ്പോർട്ടില്ലാതെയോ അല്ലെങ്കിൽ പരിസ്ഥിതി പൗരാവകാശക്കാർ നല്ല മനസ്സുള്ള ഒത്തിരി പേര് ഇപ്പം നിങ്ങളിപ്പം വന്നല്ലോ, നാളെ വന്ന് എൻ്റെ കൂടെ ഇരിക്കണമെന്ന് നിർബന്ധിച്ച ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുമായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടുണ്ട്. പക്ഷെ ഞാൻ ആരോട് ഇരിക്കാൻ പറയാറില്ല. അതിനെക്കൊണ്ട് എന്താ അർത്ഥം ഇരിക്കുന്നത്? ഒരാളായാലും ഇപ്പോൾ 10,000 പേരായാലും ഇവർക്ക് കണ്ണു തുറക്കൂല. ഒരു വലിയൊരു സംഘമാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. മന്ത്രി വന്നു, മന്ത്രിയെല്ലാം പറഞ്ഞു തീർന്നതിന് മുമ്പ് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് സംസാരിച്ച് മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു. പറഞ്ഞു തീർന്നതിന് മുമ്പേ ശരി ശരി. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു എഴുത്തും രേഖാമൂലം കൊടുത്തു. സാർ ഇപ്പം പറഞ്ഞതൊക്കെ ഒന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. അത് പറ്റൂല എന്ന് പറഞ്ഞു. എഴുതി തന്നാലോ പാലിക്കേണ്ടി വരുമല്ലോ. പറയാൻ പിന്നെ പ്രശ്നമില്ലല്ലോ. പറഞ്ഞങ്ങ് വിട്ട് സോപ്പിട്ട് അങ്ങ് വിട്ടാൽ പോരെ, ജസീറ പോയിക്കോ, മക്കളൊക്കെ അല്ലേ മഴയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സോപ്പിട്ട് അയച്ചതാ. ഞാൻ പോകാൻ സാറേ തയ്യാറാണ്. സാർ പറഞ്ഞത് മാത്രം ഒന്ന് എഴുതി തരാൻ പറഞ്ഞു. കൂടുതലൊന്നും വേണ്ട, സാർ പറഞ്ഞ ഉറപ്പുകളൊക്കെ ഒന്ന് എഴുതി തരാൻ പറഞ്ഞു. അത് പറ്റൂല. അതിന് കളക്ടറുടെ റിപ്പോർട്ട് വേണം. എഴുതി തരണമെങ്കിൽ കളക്ടറുടെ റിപ്പോർട്ട് വേണം. പറയാൻ ആരുടെയും റിപ്പോർട്ടും വേണ്ട, ഞാൻ ആരാണെന്നും കൂടെ അറിയണ്ട, എന്താ പറയുന്നതെന്നും കൂടെ നേരമ്മടെ കേൾക്കാതെ ഉറപ്പ് തന്നു. ഇരിക്കാൻ പോലും സാറിന് സമയം ഉണ്ടായിട്ടില്ല. മന്ത്രിക്ക് ഇരിക്കാതെ നിന്നിടത്ത് തന്നെ ഉറപ്പ് തന്നിട്ട് എന്നെ അയച്ചു. ഞാൻ എന്നേരം ഓടിപ്പോകുന്ന അവർ വിചാരിച്ചോ? ഇപ്പോൾ രേഖാമൂലം തരണം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതി തന്നാൽ പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നും പോകില്ല. ശക്തമായൊരു ശാശ്വതമായൊരു പരിഹാരം വേണം. ഇപ്പോൾ നമുക്ക് കളക്ടറേറ്റ് ഒന്ന് ചിന്തിച്ചു, എന്തെങ്കിലും പറ്റുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവസാനമാണ്, കേരളത്തിലെ അവസാനത്തെ ഇതാണ് കച്ചിത്തുരുമ്പാണ് സെക്രട്ടേറിയറ്റ്, സ്ഥിരാകേന്ദ്രം അല്ലേ, എങ്ങനെ പറയാം. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു കാര്യം കിട്ടിയിട്ട് പോയി ഞാൻ തിരിച്ചെവിടെ പോകും? കേരളത്തിൽ വേറൊരു ഇടവുമില്ല ഇതിനേക്കാളും വലിയ സ്ഥലം. അപ്പോൾ ഇനി ശക്തമായ ശാശ്വതമായൊരു പരിഹാരം എനിക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ ഇവിടുന്ന് പോകും. എൻ്റെ ഭർത്താവ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് കൺമുമ്പിൽ കണ്ട ഭീകരാവസ്ഥ, ഈ മണൽ ഇങ്ങനെ അരമണിക്കൂർ പോലും ഇടയില്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ ഞാൻ എതിർത്തപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടായിരുന്നു ചെയ്തത്. പിന്നെ ഒരു ദിവസം കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫോൺ വന്നു, ജസീറ എങ്ങനെയെങ്കിലും നിശ്ചലമാക്കി തരണം, ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എത്ര ലക്ഷം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ നോക്കുന്നത്, ഞാൻ എൻ്റെ മോളെ നിക്കാഹ് ചെയ്തത് ഒരിക്കലും നിശ്ചലമാക്കാനോ അല്ലെങ്കിൽ അവളെ ഇതാക്കാനോ, അവളെ സംരക്ഷിക്കാനാണ്. എൻ്റെ ജീവനുള്ള കാലം വരെ ഞാൻ അവളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനുശേഷം എൻ്റെ ഭർത്താവിന് പേടിയാണ്, എന്നെ കിട്ടിയില്ല പക്ഷേങ്കിൽ വേറെ ആരെങ്കിലും വഴി എന്തെങ്കിലും ചെയ്യിക്കുമോ എന്നുള്ളൊരു പേടി. പിന്നെ സ്വന്തം ഭാര്യയല്ലേ, എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് അകന്ന് മതി, ഇത്രയൊക്കെ ചെയ്തില്ലേ, മതി, അത്ര മതി, നാടിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, അത് മതി, എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കുന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ് അത് പറ്റില്ല, എനിക്ക് എൻ്റെതായ ഒരു ആദ്യമേ തടസ്സപ്പെട്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ അനങ്ങാതെ ഭർത്താവിൻ്റെ കൂടെ അനങ്ങാതിരുന്നേ. ആദ്യം എനിക്ക് സപ്പോർട്ട് വന്ന് ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞ അവസാന നിമിഷത്തിൽ മതി എന്ന് പറയും. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ സുഖം അതൊക്കെ തൽക്കാലത്തേക്ക് അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഇത്രയും ദൂരെ വന്ന് നിൽക്കുക, ഭക്ഷണം, മൂത്രയിക്കാൻ മുട്ടും, അതൊക്കെ കുഞ്ഞിന് പാൽ കൊടുക്കാനും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്.
പക്ഷെ അതൊന്നും ഇവിടെ കാര്യമല്ല. നമ്മുടെ ഇപ്പോൾ പെരുന്നാൾ കുടുംബത്തോട് ചേർത്ത് നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ മുമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മോനെ എന്നെ 3 ദിവസം അവിടെ പിടിച്ചുകൊണ്ട് ചൈൽഡിലെയും കാര്യം ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പം എന്തുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കുന്നില്ല? അതിന് സമയമുണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ എന്താണോ വിചാരിച്ചത് അത് നേടുക. അത് കഴിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ ചെയ്തതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ കേരളത്തിലല്ല ഒരമ്മേനെയും കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്കുണ്ട് പീഡനം, അമ്മയ്ക്ക് അനുഭവിക്കുന്നത്. 2 കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. കുഞ്ഞിന് സ്വന്തം പാല് കൊടുക്കുന്നത് പീഡനാണോ? മടിയിലിരുത്തി പാൽ കുടിക്കുന്ന കുഞ്ഞിനെ വലിച്ചു കഴിച്ചു കൊണ്ടുപോയത് എന്തർത്ഥത്തിലാണ്? ഞാൻ എന്തായാലും ചോദിക്കും. അവർക്ക് ഞാൻ മറുപടി എന്തായാലും ഇതിനുണ്ട്, സമയമുണ്ട്. അവിടെ ഞാൻ ഒരു 15 വർഷം മുമ്പേ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇത് വെച്ചതുപോലെ ബാരിക്കേഡ് വെച്ചില്ലേ, അത്രയും പൊക്കത്തിലായിരുന്നു വെച്ചത്. ഇപ്പം അത് ഏകദേശം ഒരു കാൽമുട്ടിനേക്കാളും താഴ്ന്നിട്ടിരിക്കും, മണൽ അടിയിൽ നിന്ന് എടുത്തിട്ട്. എന്നാലും ഏകദേശം ഒരു 50 മീറ്ററിലധികം 100 മീറ്ററോളം കടൽ തീരുണ്ടായിരുന്നു. ഇപ്പം അതുപോയിട്ട് കടൽ തിരമാല അടിക്കാൻ പോലും സ്ഥലമില്ല. ഈ കടൽ ഭിത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ വലിയ ആഴക്കടലാണ്. അവിടെ തിരമാലയൊക്കെ അടിക്കാനുള്ള സ്വാതന്ത്ര്യം, തിരമാല അടിക്കാനോ ഒഴുകാനോ ഇല്ലാതെ ഇങ്ങനെ പുഴ പോലെ ഇങ്ങനെ കല്ലിനിട്ട് ദേഷ്യം തീർക്കുന്നു. കല്ല് വലിച്ചു കൊണ്ടുപോയി. ഇപ്പം ഫുൾ പോയി. കല്ലൊക്കെ ഇത്രത്തോളം ഉയരത്തിലുണ്ടായിരുന്നു. മണ്ണ് വലിച്ചെടുത്ത് എല്ലാം പോയി. ഒരവസ്ഥയാണ്. നമ്മുടെ നാടിൻ്റെ മാത്രം പ്രശ്നമല്ല ഇതിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ മണ്ണ് പോകുന്നത് മാത്രമല്ലല്ലോ, ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം കൂടെ നഷ്ടപ്പെടുവാണ്. ഇപ്പോൾ നമുക്ക് എന്ത് കാണുമ്പോൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകും, പേടിയാണ്. അതാണ് നമുക്ക് പറയാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തിൻ്റെയൊക്കെ മുമ്പിൽ അടിയറ വെക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ പ്രതികരിച്ചിട്ടില്ലേ, നമ്മുടെ നാടിനെ നശിപ്പിക്കുമ്പോൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, ഇന്നലെ ഈ വനിതാ എസ് ഐ പറഞ്ഞു, ജസീറ നിൻ്റെ ഭാഗത്ത് ആരും കൂടാത്തത് ഈ ഒരു പ്രശ്നമായതുകൊണ്ട്. അപ്പം നേരെ മാസം നീ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നീ ഇതിനു മുമ്പ് തന്നെ കാര്യം നേടി പോയിട്ടുണ്ടാവും. രാഷ്ട്രീയക്കാരാണ് മണൽ മാഫിയകളെ വളർത്തുന്നത്. രാഷ്ട്രീയം വളരണമെങ്കിൽ സാമ്പത്തികം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ തന്നെ പറയുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാർ മണൽ മാഫിയകളെ വളർത്തുവാണെന്ന് പോലീസുകാർ പറയുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പോലീസിന് കണ്ണടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ നമ്മുടെ മക്കളെ പെൺവാണിഭക്കാർക്ക് അഥവാ രാഷ്ട്രീയക്കാർ കൂട്ടു നിൽക്കുന്നെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ അവർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പോലീസുകാർ കണ്ണടക്കൂലേ? തീർച്ചയായിട്ടും അതിലേക്കാണ് പോകുന്നത്. ഇവർ തന്നെ എൻ്റെ അടുത്ത് സമ്മതിച്ചു, ചിലപ്പോൾ നമ്മൾ കണ്ണടച്ചേ പറ്റുള്ളൂ. ഇവിടെ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, രാഷ്ട്രീയക്കാരാണ് സാമ്പത്തികത്തിന് വേണ്ടി സഹായിക്കുന്നത് പോലീസുകാർ പറയുന്നത്. എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ഇന്ന് തന്നെ നമ്മൾ കണ്ണടച്ചാൽ നമ്മുടെ മക്കളൊന്നും ഒരിക്കലും കന്യകയായിട്ടൊരു ഭർത്താവിനെ ഏൽപ്പിക്കണം നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നാളത്തെ നമ്മുടെ കേരളം അങ്ങനത്തെ രീതിയിലേക്കാണ് പോകുന്നത്. ഇത് ശരിക്കും മണലിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൂടി ഇത് ചെയ്യുന്ന ഇതാണ്. അത് ഇന്ന് തന്നെ നമുക്ക് വ്യക്തമായി. ഇന്ന് തന്നെ ഒരു സ്വാതന്ത്ര്യം, ഇവിടെ ഇരിക്കാനുള്ള അവകാശം പോലും കണ്ടു. വലിയൊരു അപകടത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ മക്കൾ നിങ്ങളൊക്കെ കൂടി ചെയ്തിട്ട് നിങ്ങളിൽ ഓരോ ആളിലെത്തിക്കാൻ പറ്റും തന്നെ എൻ്റെ വലിയ കാര്യമാണ്. അതെൻ്റെ വിജയം. അല്ലാതെ മന്ത്രിയുടെ ഒരു ചുപ്പടെ എഴുത്തിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ തലമുറകൾ നമുക്ക് വേണ്ടി ബാക്കി വെച്ചത്. ഇപ്പം നമ്മുടെ വാപ്പയൊക്കെ ഇങ്ങനെയൊക്കെ കോടികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ സുഖം മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ കടൽ തീരത്ത് കളിക്കുമായിരുന്നോ? ഇല്ല. അപ്പം നമ്മുടെ തലമുറകൾ നമുക്ക് വേണ്ടി ബാക്കി വെച്ചത് നമ്മൾ വരും തലമുറകൾക്ക് വേണ്ടി ബാക്കി വെക്കുക. അതിലപ്പുറത്ത് നമുക്ക് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇതുവരെ നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചത്, പക്ഷേ ഇന്ന് ഒത്തിരി മാറിപ്പോയി. അപ്പോൾ വരും തലമുറ അതിനേക്കാളും കൂടുതൽ ക്രിമിനൽസിൻ്റെ ഇടയിൽപ്പെട്ട് ഒന്നും പറയാനറിയാതെ ഇങ്ങനെ വിഷമിച്ച് ആ ഒരവസ്ഥയിലേക്ക് പോയിരുന്നു. നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് സമരസേനാനികൾ വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം അതിന് ആരുടെ മുമ്പിൽ അടിയറ വയ്ക്കാതെ കൊണ്ടു.